ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഓലയുടെ ചാർജിങ്ങിനെ പറ്റിയും ബാറ്ററിയെ പറ്റിയാണ് കേട്ടോ. എങ്ങനെ കുറച്ചുകൂടെ ബാറ്ററി കൂടുതൽ നിൽക്കാം, അല്ലെങ്കിൽ ചാർജിങ് എങ്ങനെ ചെയ്യാം, അതിനെപ്പറ്റിയാണ് കേട്ടോ. നമ്മൾ ചാർജ് ചെയ്യാനിടുമ്പം നിലവിൽ 16 ആംപിയർ സോക്കറ്റിൽ തന്നെ കുത്താൻ ശ്രമിക്കുക. കാരണം പുതിയ ഓലയുടെയൊക്കെ സോക്കറ്റ് വരുന്നത് 6 ആംപിയറിൻ്റെ പിന്നാണ്, ഒരു സോക്കറ്റ് ആട്ടോ വരുന്നത്. അതിൽ കുത്തിക്കഴിയുമ്പോൾ ചില സമയം ആ കറണ്ട് എടുക്കാതെ വരുന്നുണ്ട്. 16 കുത്തിയാൽ മാത്രം കറണ്ട് എടുക്കുന്ന ഒരവസ്ഥ ഓലയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം നിലവിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ കറക്റ്റ് സമയം ചാർജ് ഒരു 99-100 കഴിയുമ്പോഴേ സോക്കറ്റ് ഊരുക. നമ്മൾ കുത്തിയിട്ട് ഓട്ടോ കട്ട് ഓഫ് ആകും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാതെ ചാർജ് ഏകദേശം കയറി കഴിയുമ്പം ഓഫ് ചെയ്തിടുക. സോക്കറ്റ് അതിൽ നിന്ന് ഓഫ് ചെയ്തിടുക എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ മാക്സിമം. കാരണം ഇത് അങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഒത്തിരി പേര് ചെയ്തു വരുന്നൊരു കാര്യമാണ് ഈക്കോ മോഡിലിട്ട് ഓടിക്കുക, റേഞ്ച് ഒത്തിരി കിട്ടുമെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമലിലിട്ട് ഒരു 40-50 ഇടയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഈക്കോയെ വണ്ടി പോകുന്ന സെയിം റേഞ്ചും നമുക്ക് കിട്ടും. നമുക്ക് അത്യാവശ്യം ഒരു പവറും കിട്ടും കേട്ടോ വണ്ടി കൊണ്ടുപോകാൻ. നമ്മൾ ഈക്കോയിലിട്ട് ഓടിച്ച് ഈ പയ്യ വണ്ടിക്ക് ഒത്തിരി ലോഡ് കൊടുത്ത് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒത്തിരി ലോഡ് കൊടുക്കാതെ നമ്മൾ നോർമലിലിട്ട് ഒരു 40-50 ഇടയ്ക്ക് പോവുകയാണെങ്കിൽ കറക്റ്റ് റേഞ്ച് കിട്ടും കേട്ടോ. നമ്മൾ ഈക്കോയിൽ പോകുന്ന സെയിം റേഞ്ച് തന്നെ കിട്ടും. ഞാൻ ഇത്രയും ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. സെയിം റേഞ്ചിൽ കിട്ടും, നല്ല പവറിൽ പോകാം, അത്യാവശ്യം വണ്ടിക്ക് ഒത്തിരി ലോഡും വരുന്നില്ല. പിന്നെ ഉള്ളത് കയറ്റമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ നോർമലിൽ തന്നെ വലിപ്പിക്കണ്ട. നമ്മൾ ഏത് മോഡലാണോ, അത് സ്പോർട്സേലാണോ ഹൈപ്പറേലാണോ, ഏത് മോഡലിൽ കയറുന്ന കയറ്റമാണോ അത് നമ്മൾ അതിൻ്റെ താഴെയുള്ള ഇപ്പോൾ ഹൈപ്പറെ കയറേണ്ട ഒരു സാധനം നമ്മൾ സ്പോർട്സേ കയറേണ്ട ഒരു കയറ്റം നമ്മൾ നോർമലിലും വലിപ്പിക്കരുത്. നമ്മൾ ഏത് മോഡിലിട്ടാലാണോ വണ്ടി സ്മൂത്തായിട്ട് പോകുന്നത് അതിൽ പയ്യെ പിടിച്ച് ഒത്തിരി ത്രോട്ടിൽ കൊടുക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും കേട്ടോ. നമ്മൾ ഏറ്റവും ചെറിയ ഇപ്പോൾ നോർമലിലിട്ട് സ്പോർട്സേ പോകേണ്ടത് ഇട്ട് വലിപ്പിക്കുകയാണെങ്കിൽ വണ്ടിക്ക് ലോഡ് കൂടുന്നതല്ലാതെ കൂടുതൽ ബാറ്ററി ഇറങ്ങി പോകത്തേ ഉള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നല്ല വണ്ടിയുടെ റേഞ്ച് വ്യത്യാസം വരും. ഞാൻ റീജനറേഷൻ ഓഫ് ആക്കി ഇടുക എന്നുള്ളതാണ്. റീജനറേഷൻ ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല റേഞ്ച് വ്യത്യാസം വരും. എല്ലാവരും റീജനറേഷൻ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഞ്ച് ഭയങ്കര കൂടുതൽ കിട്ടും എന്ന് പറയുന്നത് ഭയങ്കര തെറ്റാകട്ടോ. സത്യമാണ്. അതുമല്ല വയനാട് ചുരത്തിലോ നമ്മുടെ വാഗമണ്ണിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ റീജൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ചാർജ് കയറും എന്നല്ലാതെ നമ്മൾ സാധാ വഴി ഓടിക്കുമ്പോൾ ഒരിക്കലും റീജൻ ഓൺ ആക്കിയിടണ്ട. നേരെ അത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ത്രോട്ടിൽ കൊടുക്കുമ്പം ആ വണ്ടി ടയറിന് പിടുത്തം ഇല്ലാതെ വണ്ടി മുന്നോട്ട് അത്യാവശ്യം നല്ല പോലെ പോകും കേട്ടോ. ആ ഒരു സ്പീഡിൽ വണ്ടി കുറച്ച് തന്നെ അത്യാവശ്യം മീറ്റർ മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. റീജൻ ഇട്ടാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുത്ത് ആക്സിലേറ്റർ ത്രോട്ടിൽ കുറച്ച് കഴിഞ്ഞാൽ ഉടനെ വണ്ടി ബ്രേക്ക് പിടിച്ച പോലെ പോകുന്നത്. പിന്നെ കുറച്ച് മീറ്റർ ഓടിക്കഴിയുമ്പോൾ വണ്ടി ബ്രേക്ക് പിടിച്ച പോലെ തന്നെ നിൽക്കും കേട്ടോ. അപ്പം നിലവിൽ സാധാ റോഡിൽ പോകുമ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണത്. റീജൻ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ വണ്ടി കുറേ തന്നെ ഓടും. കുറച്ച് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം നമ്മൾ ത്രോട്ടിൽ കൊടുക്കാതെ കുറച്ച് മീറ്റർ നല്ലപോലെ ഓടും. അത് നമ്മുടെ എഞ്ചിനെ കാര്യമായിട്ട് ബാധിക്കും. നല്ല വ്യത്യാസം വരും കേട്ടോ. പിന്നെ കറക്റ്റ് സമയത്ത് ഡിസ്ക് പാടുകൾ ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ അത് കിടന്ന് ടയറെ പിടിച്ചിട്ട് ഡിസ്കെ പിടിച്ചിട്ട് വണ്ടിയുടെ ഓട്ടത്തിന് തടസ്സം ഉണ്ടാക്കും, ഉറപ്പാണ്. നമ്മൾ ആ സൗണ്ട് കേൾക്കും, ഡിസ്ക് പോവുകയും ചെയ്യും, ഡിസ്ക് തേഞ്ഞ് പോവുകയും ചെയ്യും. പിന്നെ ഡിസ്ക് മാറണം, ഡിസ്കിൻ്റെ പാടും മാറേണ്ട അവസ്ഥ എത്തും. അതുകൊണ്ട് ഡിസ്കിൽ ആ അലാറം വരുന്ന സമയത്ത് തന്നെ മാറുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം ഡിസ്കും പോവും, ഡിസ്ക് പാടും മാറേണ്ട വരും, നമ്മുടെ റേഞ്ചും കാര്യമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അത് മാറുക. പിന്നെ എയർ പ്രഷർ, ടയറിൻ്റെ എയർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ദിവസങ്ങളിൽ എടുക്കുന്ന സമയം തന്നെ ടയർ പ്രഷർ കറക്റ്റാക്കി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം റേഞ്ചിന് വരും കേട്ടോ. ഇനിയുള്ള കാര്യം, അത്യാവശ്യം ഓടിച്ച് റെഡി ആയവർ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഓഫാക്കി ഇട്ടാൽ മതി, ഓണാക്കി ഇടണമെന്നില്ല. ഹിൽ ഹോൾഡ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ചാർജ് ഇറങ്ങി പോകും കേട്ടോ. നമ്മളെവിടെയെങ്കിലും കൊണ്ട് കയറ്റത്ത് ഹിൽ ഹോൾഡ് പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് കുറേ ചെയ്ത് കഴിയുമ്പം അങ്ങനെ റേഞ്ച് കുറച്ച് ബാറ്ററി കുറച്ച് ഡ്രെയിൻ ആകുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം കുറച്ച് ഓടിക്കുന്നവർക്ക് കയറ്റമൊക്കെ വന്നാലും
ഒരു കുറച്ച് നാൾ ഓടിച്ച് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിൽ ഹോൾഡ് അസിസ്റ്റിന്റെ ആവശ്യമില്ല. അവർക്ക് ബ്രേക്ക് നിർത്തി വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള സെറ്റപ്പ് ആകും കേട്ടോ. അങ്ങനെയുള്ളവർ ഹിൽ ഹോൾഡ് ഓഫ് ആക്കി ഇടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം ബാറ്ററി കുറച്ച് ഡ്രെയിൻ ആകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളങ്ങനെ ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം 40-നും 50-നും ഇടയ്ക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ത്രോട്ടിൽ ഒത്തിരി കൊടുക്കാതെ ഒരു 40-നും 50-നും ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് സ്പീഡ് കൊണ്ടുപോവുകയാണെങ്കിൽ റേഞ്ച് കറക്റ്റ് നമുക്ക് കിട്ടും. അതിന് മേളിൽ ഒരു 50-60-നൊക്കെ മേളിൽ പോവുകയാണെങ്കിൽ റേഞ്ച് പെട്ടെന്ന് ഇറങ്ങി വരും കേട്ടോ. നോർമലായി പോയാലും എങ്ങനെ പോയാലും റേഞ്ച് പെട്ടെന്ന് ഇറങ്ങി വരും. ഒരു 40-നും 50-നും ഇടയ്ക്കാന്ന് തോന്നുന്നു ഇതിൻ്റെ കറക്റ്റ് റേഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതിന് മേളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഞ്ച് പെട്ടെന്ന് ഇറങ്ങും. ഒരു 700 മീറ്ററൊക്കെ ആകുമ്പോഴേക്കും 1 കിലോമീറ്റർ ഇറങ്ങിപ്പോവും. അത് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒത്തിരി കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഉപകാരമാണ്, ബാക്കിയുള്ളവർക്ക് ഉപകാരമാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. താങ്ക് യു.